അതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? ഇങ്ങനെ ചാടിക്കളിച്ച് വരാൻ? ഞാൻ എന്റെ മോനോടല്ലേ പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കണേലേ നീ ഇടപെടണ്ട. ഇത്രയും കാലം അവളെ കുറിച്ച് ഓരോ നമ്മ പറഞ്ഞു നടന്നപ്പോഴേ അവളൊന്നും മിണ്ടിയില്ലല്ലോ. അവളിപ്പോ സംസാരിക്കട്ടെ അമ്മേ. എന്നെ കുറിച്ചല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ പിന്നെ എന്റെ ഭർത്താവുണ്ട് ഇവിടെ, എന്റെ അമ്മായിയമ്മയുണ്ട് ഇവിടെ നോക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയാം. കാരണം നിങ്ങളൊക്കെ വെറും നുണ മാത്രമേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നതേ എന്റെ ഭർത്താവിന്റെ അമ്മയാണല്ലോ എന്നുള്ള ബഹുമാനം വെച്ചിട്ടാ. പക്ഷെ അമ്മ പെരുമാറുന്നത് ഒരുമാതിരി എന്നെ ശത്രുവിനോട് പെരുമാറുന്ന പോലെയാ. അതുകൊണ്ട് ഇനി സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്ന പരിപാടികൾ നിർത്തി. എന്നെ ഇപ്പൊ അശ്വതി വിളിച്ചിട്ടുണ്ടായിരുന്നു, അനിലിന്റെ വീട്ടിലെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അനിലിന്റെ ഭാര്യ അവിടുത്തെ ആൾക്കാരോടൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്താണെന്ന് അറിയോ? അമ്മ ഏതോ രാജ്ഞിനെ പോലെ ട്രീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അമ്മ അവിടെ സമാധാനം എല്ലാവർക്കും കൊടുക്കൂ, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ അനില് ഷോറൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയില്ലേ, പിന്നെ അവൾക്ക് അവളുടെ ജോലിയുണ്ട്, അതിന്റെ ഇടയ്ക്ക് പിള്ളേരെ നോക്കണം. ഇപ്പൊ അമ്മേനെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അമ്മ ഈ ഡ്രസ്സ് ഇട്, അത് ഇട്, ഈ ഭക്ഷണം കഴിക്കുന്നത് കുഞ്ഞാരിൽ നടന്നാൽ മാത്രമേ അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നു. അപ്പൊ അത് നടക്കുന്നില്ല. അതിനു വേണ്ടി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഇവിടുത്തെ പോലെ അവിടെ നടക്കില്ലല്ലോ. അവർ നന്നായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ നാട്ടിൽ മുഴുവൻ അറിയാം അമ്മ എന്താണെന്നും അവരെന്താണെന്നും. അപ്പൊ ആ നാണക്കേട് സഹിക്കാൻ വയ്യാണ്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് കുറ്റം മുഴുവൻ എന്റെ തനിക്ക്. ഞാൻ തിരിച്ചൊന്നും പറയില്ലല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതും കേട്ട് തലയും താഴ്ത്തി മിണ്ടാണ്ട് നിൽക്കും. എന്റെ ഭർത്താവിന്റെ അമ്മയാണല്ലോ. ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇത്ര നേരം വരാതിരുന്നത് എന്താണെന്നറിയും? ഏതുവരെ പോകുന്നു നോക്കാൻ വേണ്ടിയിട്ടാ. അമ്മ പറഞ്ഞല്ലോ, അമ്മ വയ്യാണ്ട് ഇവിടെ കിടന്നപ്പോഴേ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ദ്രോഹിച്ചു, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ഞാൻ എന്ത് ദ്രോഹം നിങ്ങളോട് ചെയ്തത്? സമയാസമയത്തിന് ഭക്ഷണം തന്നതോ, മരുന്ന് തന്നതോ, അത് നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി തന്നതോ? ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയല്ലേ നിങ്ങളെ ഞാൻ നോക്കിയത്? അന്നേരമൊക്കെ എന്ത് സ്നേഹമായിരുന്നു. അയ്യോ എന്റെ മറ്റു മക്കളൊന്നും ഒന്നിനും കൊള്ളില്ല, നീ നിന്റെ ജോലിയും കളഞ്ഞ് നിൽക്കുകയല്ലേ, അയ്യോ നിനക്ക് ബുദ്ധിമുട്ടായെന്നൊക്കെ ചോദിച്ചിട്ട് പഞ്ചപാവത്തിനെ പോലെ നിങ്ങൾ അഭിനയിച്ചത്. അവസാനം എല്ലാം കഴിഞ്ഞ് ആരോഗ്യം ഒന്ന് തെളിഞ്ഞപ്പോ ആളാകങ്ങോട്ട് മാറി. എനിക്കില്ലാത്ത കുറ്റങ്ങളില്ല, ഞാൻ ദുഷ്ടത്തിയായി, ഭയങ്കരയായി, ദ്രോഹിയായി. നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ നിങ്ങളുടെ മക്കളും മരുമക്കളും ഒക്കെ ഭയങ്കര സംഭവം അല്ലേ? ആത്മാർത്ഥതയോടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അമ്മയ്ക്ക് പറ്റില്ല. ഈ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ ടീമില്ലേ, അതേ അമ്മയ്ക്ക് ചേരും. കാരണം അമ്മ അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ടേ നിങ്ങൾ ഇനി ഇവിടെ നിർത്തി സൽക്കരിക്കാൻ എനിക്ക് ഒട്ടും മനസ്സില്ല.